മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് ഇന്ന് ധ്യാനം ആരംഭിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഭയങ്കര പ്രയാസമുള്ളൊരു പ്രാർത്ഥനയാണ്. എന്ത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ലഭിച്ചെന്ന് പറ. ഇല്ലേ, പാടുള്ള കാര്യമാണ്. എൻ്റെ ബ്രദറെ, കടം മാറാനാ പ്രാർത്ഥിക്കാൻ വന്നത്. കടം വീടാനുള്ള വഴി ലഭിച്ചു എന്ന് കിട്ടാതെ എങ്ങനെയാ പറയുന്നത്? അതിൻ്റെ പേരാ വിശ്വാസം. ഇവിടെ ഞാൻ വചനത്തിൻ്റെ ചിന്തകളിലേക്ക് വരിക. ഇവിടെ കർത്താവ് പറയാ, ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് വിശ്വാസമില്ല. സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുക, പ്രാർത്ഥിക്കുന്നയാൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് താഴെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ ഭാഗത്തോട്ട് തിരിച്ചു വരാം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ 25-ാമത്തെ വാക്യം, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. കർത്താവ് രണ്ടാമത് പറയാണ്, ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്തുവാണ് ക്ഷമിച്ചിട്ട്? ആരോടാ? നിങ്ങൾക്ക് വല്ലവരോടും വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ അത് അവനോട് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. ചിലർ പറയും, സ്തോത്രം, ഞാൻ ക്ഷമിക്കാം, പക്ഷെ മറക്കത്തില്ല. അങ്ങനെയല്ല. എന്ത് ചെയ്യണം? ക്ഷമിച്ചിട്ട്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ക്ഷമിക്കാനുള്ള കുറേ ലിസ്റ്റ് നമ്മുടെ മനസ്സിൽ വരും. സൂസമ്മയോട് ക്ഷമിക്കാനുണ്ട്, രമണിയോട് ക്ഷമിക്കാനുണ്ട്, ബാബുച്ചാനോട് ക്ഷമിക്കാനുണ്ട്, ത്രേസ്യാമ്മയോട് ക്ഷമിക്കാൻ. ഞാൻ അറിയാവുന്ന കുറച്ച് പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. സ്തോത്രം. അപ്പം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത കർത്താവ് പറയുക, എങ്ങനെ പ്രാർത്ഥിക്കണം? ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. എങ്ങനെ ക്ഷമിച്ചിട്ട്. ആരോടെങ്കിലുമൊക്കെ വൈരാഗ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്. നമുക്ക് ഭയങ്കര വാശിയാണ്. നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നമുക്ക് അവരോട് ഭയങ്കര വാശിയില്ലേ? തുറന്നു പറ. ഉണ്ട്. നമുക്കൊരാൾ ദ്രോഹം ചെയ്തു, പ്രാർത്ഥിക്കുന്നവരുടെ എന്നാ അങ്ങ് പോട്ടറാന്ന് വെക്കുവോ? ഇല്ല. നമ്മൾ പറയും, ഞാൻ കോടതിയിലൊന്നും പോകത്തില്ല, പക്ഷെ ഞാൻ കൊടുക്കേണ്ടിടത്ത് കൊടുക്കും. അതിനർത്ഥം എന്തുവാ? നിന്നെ വെളുപ്പിക്കുമെന്നാ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്കെതിരെ മോശമായിട്ടൊരാൾ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ ഒരാൾ ദ്രോഹിക്കുന്നത് കൊണ്ടോ അയാൾ കത്തിപ്പോത്തൊന്നുമില്ല. അങ്ങനെ അന്നേ കേരളം എന്നേ കത്തിപ്പോയിന്. അത് ശ്രദ്ധിക്കണം. എന്നെ ഒരാൾ ദ്രോഹിച്ചാൽ ആ ദ്രോഹിക്കുന്ന ആൾക്ക് വേണ്ടി ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിക്കാറില്ല. കർത്താവേ, അവനെ എന്നെ ദ്രോഹിച്ചു, കർത്താവ് കാണിച്ചു കൊടുക്കണം ഞാൻ ആരാന്ന്. അങ്ങനൊന്നും പ്രാർത്ഥിച്ച് കളയരുത്. ദ്രോഹിക്കുന്ന അവൻ്റെ ജോലി അവൻ ചെയ്യട്ടെന്നേ. നിന്റെ ജോലി നീ ചെയ്യ. ഇടം വേണ്ടുന്നില്ല. മനസ്സിലായി? നിന്നെ ഒരാൾ ഉപദ്രവിക്കുക, അവനെ ഉപദ്രവിക്കട്ടെന്നേ. അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കൃപ ദൈവം തരുമെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം മറ്റുള്ളവരോടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ന് യോഗം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നേച്ച് ഞാൻ ക്ഷമിച്ചടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ഇവിടുന്ന് ക്ഷമിച്ചേച്ച് അവനെ വഴി വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. ഒത്തുപരിപാടി. ഹല്ലേലൂയ. നമുക്ക് ദേഷ്യമുള്ള ഒരാളോട് ചിരിക്കാൻ പറ്റുമോ? പറ. നിങ്ങൾ എന്നാ മിണ്ടാതിരിക്കുന്നേ? പാസ്റ്റർ വല്ലതും പറഞ്ഞാൽ മിണ്ടല്ലെന്ന് മുമ്പേ തുടങ്ങിയപ്പോൾ ഞാൻ കേട്ടില്ല. വല്ലതും പറ. ഇവർ മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ഇത് ക്രൂസൈഡൊന്നും അല്ല, നമ്മുടെ സഭയ്ക്കകത്ത് നടക്കുന്നൊരു മീറ്റിംഗാ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രവചിച്ച് പറയാം, ക്ഷമിച്ചാൽ ചിലതിന് വിടുതലാ. ചിലരോടൊക്കെ ക്ഷമിക്കണം. വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്. 10 വർഷമായി വെച്ചോണ്ടിരിക്കരുത്. ഇനി 10 സെക്കൻഡ് വെച്ചോണ്ടിരിക്കരുത്. ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കരുത്. നിനക്കൊരു തടസ്സം കിടപ്പുണ്ട്, അത് ക്ഷമയാണോ ഉണ്ടാകേണ്ടി. ആ തടസ്സം ഇന്ന് നീ പൊട്ടിച്ചു തന്നാൽ നിന്റെ വീടിനകത്ത് മഹാത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുവാൻ പറയാം, ക്ഷമിക്കണം ചിലരോടൊക്കെ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ബൈബിളിലോട്ട് വരിക. ഇനി ഞാൻ ക്ഷമിക്കാനുള്ള ലിസ്റ്റെല്ലാം കൂടെ പറഞ്ഞു പോയാൽ ഇന്ന് ക്ഷമയായിപ്പോവും പ്രസംഗം. ബൈബിളിൽ ക്ഷമയെന്ന് പറയുന്നത് വലിയ സബ്ജക്റ്റാണ്. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. നിങ്ങൾ തന്നെ നോക്കിയേ. കർത്താവ് ക്ഷമിച്ച എന്തുവാ? കർത്താവിനെ മുഷ്ടി ഉരുട്ടി ഇടിച്ചു. ഞാൻ ദൈവമാടാ, ഇപ്പം നിന്നെ കത്തിക്കാന്ന് പറഞ്ഞ് കത്തിക്കായിരുന്നു. വല്ലതും ചെയ്തോ?
പിടികൊണ്ട് കർത്താവ് മുൾക്കിരീടം വെച്ചു. അവൻ്റെ തലയില്ലാതാക്കാൻ കർത്താവിന് പറ്റും. പക്ഷേ അത് സഹിച്ച് നിന്നെ ഓർത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ചാട്ടവാറിന് അടിയേറ്റു. ആ ചാട്ടവാറ് പിടിക്കാൻ അവൻ്റെ കൈക്ക് ബലം കൊടുത്ത ദൈവമാണ്. പക്ഷെ ക്ഷമിച്ചു ദൈവം. കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് പറയുക, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചാൽ വലിയ വിടുതല. നിന്റെ പല വിഷയത്തെയും വെള്ളത്തെ ഡാം കെട്ടി തടയുന്ന പോലെ നിന്റെ വിഷയത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഒരു ക്ഷമ എന്ന 2 വാക്കിനകത്തൂടെ പരിഹാരം തരാൻ പോവുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിക്കുക, ക്ഷമിക്കാൻ പഠിക്കണം. അപ്പൊ കർത്താവ് പറയുക, വിശ്വസിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തോ പറഞ്ഞേ? എല്ലാവരും കൂടെ എന്താ പറഞ്ഞേ? എന്ത് ചെയ്യണം? വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഭയങ്കര വിടുതല. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് കയറണം. നിന്നെ തോപ്പിക്കുമെന്ന് ചിലർ മത്സരിക്കുന്നുണ്ട്. പക്ഷേ നീ തോക്കത്തില്ല. നിന്നെ തോപ്പിക്കുമെന്ന് പറഞ്ഞവർ തോറ്റുപോകത്തേ ഉള്ളൂ. കാരണം എന്താ? നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ ആത്മാവുണ്ട്. നിന്റെ അകത്ത് പ്രാർത്ഥനയെന്ന കൃപാവരമുണ്ട്. നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട്. നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ പ്രാർത്ഥന കൊണ്ട് പലതിനെയും ജയിക്കാൻ പറ്റും. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ ഏറ്റവും കൂടുതൽ വിശ്വാസം പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്താണ് ഏറ്റവും വലിയ വിശ്വാസം. എലിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആഹാബ് പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ലല്ലോ, 6 മാസമായി മഴ പെയ്തിട്ടില്ല. എലിയ പറഞ്ഞ, അല്ല, വലിയ മഴയുടെ മുഴക്കം എനിക്കു കേൾക്കാം. ഞാനൊരു കാര്യം പറയാം, നാട്ടുകാർ കേൾക്കുന്നത് കേൾക്കാനല്ല നിന്നെ വിളിച്ചത്. അവരാരും കേൾക്കാത്തത് നിന്റെ കാതിൽ കേൾക്കണം. ഒരാമയും വരുന്നില്ല. നിന്റെ കാതിൽ സാത്താൻ സംസാരിക്കുന്നതല്ല കേൾക്കേണ്ടത്, നിന്റെ കാതിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. എത്ര പേര് റെഡിയാണ് ദൈവശബ്ദം കേൾക്കാൻ? ഇന്നിവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്റെ കാതുകളിൽ ആ ശബ്ദം കേൾക്കണം. നിങ്ങൾക്കറിയാം, 3 ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. 1 സാത്താൻ്റെ ശബ്ദം, 2 മനുഷ്യൻ്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ ശബ്ദം. സ്തോത്രം. സാത്താൻ്റെ ശബ്ദത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നവണ്ണം. അപ്പോൾ സാത്താൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സിംഹതുല്യമായ പ്രൗഢിയോടാണ്. മനുഷ്യനെക്കുറിച്ച് 22-ാം സങ്കീർത്തനം മശീയ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്, ബുഭിക്ഷതയോടെ അലറുന്ന സിംഹം പോലെ. മനുഷ്യനെ എഴുതിയിരിക്കുന്ന സിംഹത്തോടാണ്. അപ്പോൾ മനുഷ്യൻ എന്ന സിംഹവും പിശാച് എന്ന സിംഹവും നിനക്കെതിരെ അലറുമ്പോൾ, അട്ടഹസിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പേടിക്കാത്ത എന്നാന്നറിയാമോ? നീ പ്രാർത്ഥനാ മുറിയിൽ മറ്റൊരു സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാരുടെയാ? യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം. നിന്നെ പലരും ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് പറയുക, നീ ഭയപ്പെടുകയില്ല. അതിന്റെ കാരണം നിന്റെ അകത്ത് ആ ശക്തി വ്യാപരിക്കുക, നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിക്കുക. അത് തിരിച്ചറിഞ്ഞവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ചെറുടെ ഗഹനമായിട്ട് നമുക്ക് ഈ സന്ദേശത്തെ കൊണ്ടുപോകാം. എനിക്കറിയാം, അല്പം കൂടെ കഴിയുമ്പം ഇവിടെ വലിയ ദൈവപ്രവർത്തികളെ ദൈവം തുറന്നു വിടും. ഹല്ലേലൂയ. എലിയാ പറയാ, വലിയ മഴയുടെ മുഴക്കം ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ. രഥം പൂട്ടിപ്പോയ്ക്കോ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന്. ഇത് പറഞ്ഞ ഏലിയാവ് പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിൽ പോയി. ഞാനൊരു അവിടെ ഒരു പ്രവചന ദൂതോടെ കിടപ്പുണ്ട്. മുഴങ്കാലികൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ കേട്ടത് അക്ഷരീകമായി വെളിപ്പെടാൻ. സ്തോത്രം. അവൻ ആത്മാവിൽ കേട്ടു മഴയുടെ മുഴക്കം. അതിൻ്റെ അടയാളം വിശ്വാസ കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. ഒരാളെ പറഞ്ഞു വിട്ടു, നീ ചെന്ന് നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പോയിച്ചു എന്ന് പറഞ്ഞു, ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നുമില്ലെന്ന് പറയുന്ന ആൾക്കാരാണ്. കണ്ടുമിണ്ടുന്നില്ല. നമ്മളെയൊക്കെ കൊച്ചിന് വിടുതലായോ? മോൻ്റെ കല്യാണം എന്തുവായി? തലവേദന എങ്ങനെയുണ്ട്? വീട് വാങ്ങിക്കുന്ന എന്തുവായി? ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇല്ല ഇല്ല ഇല്ല. ചിലർ എത്ര പൈസ ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറയാമല്ലോ, ഒന്നുമില്ല. ഞാൻ ചോദിക്കുകയാണേ, ഇല്ലെന്ന് പറഞ്ഞെന്ന് ആരെങ്കിലും തരുമോ? ഉണ്ടെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും കൊടുക്കണോ? എന്നാൽ പിന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചെന്നങ്ങ് പറയല്ലോ. എന്നാ മിണ്ടാത്തെ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
ഇപ്പം ബിജു പാസ്റ്റർ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരണോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തരുമോ? എന്നാൽ പിന്നെ ഉണ്ടെന്നങ്ങ് പറയല്ലോ. ഇങ്ങോട്ട് സഹകരിച്ചേ. ഇന്ന് 3-4 വിശ്വാസം പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാം. പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേച്ച് സ്തോത്രം അമ്മി വിടട്ട് വരാം. ഇന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ഡിസോർഡറായി കിടക്കുന്ന പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ ഓർഡറാകും. നിന്റെ വീട്ടിൽ ചിന്നി ചെതറിക്കിടക്കുന്ന പലതിനെയും ദൈവം തടുത്തു കൂട്ടാൻ പോവാ. വചനത്തിൻ്റെ ശക്തി ഞാൻ പറയാം, യേശുവിൻ്റെ വാക്ക് പറയാം. കടലിൻ്റെ ആഴത്തിൽ എത്ര മീൻ അകന്നു കിടന്നാലും വാക്കുകൊണ്ട് തടുത്തുകൂട്ടി പ്രാമി കേറിയ പടകിൽ ഇരുന്നവൻ്റെ വലയ്ക്കകം നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ കൈകളിൽ വരേണ്ട നന്മ എത്ര വിദൂരതകളിൽ ചിതറിക്കിടന്നാലും അതിനെ തടുത്തു കൂട്ടുവാൻ കഴിയുന്ന വചനം. ഓ ഹല്ലേലൂയ. നിന്റെ പടക് യേശുവിന് വിട്ടുകൊടുക്ക്, നിന്റെ വീട് യേശുവിന് വിട്ടുകൊടുക്ക്, നിന്റെ കുടുംബം യേശുവിന് വിട്ടുകൊടുക്ക്. നീ ചോദിച്ചതൊക്കെ നിന്റെ അടുക്കൽ യേശു തരും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കേ. നമുക്ക് ഈശ്വരുടെ ലേഖനമായിട്ട് വരാം. ആമീ. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എടുത്ത് 13-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. സ്തോത്രം. അതേ വിശ്വാസത്തിന്റെ ആത്മാവ് എന്നിലുള്ളതിനാൽ ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നു. ഇന്ന് പകൽ നിരാശപ്പെട്ട് എഴുന്നേറ്റ് പോകാനല്ല, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് നിന്റെ അകത്തുള്ളത് കൊണ്ട് നീയും വിശ്വസിക്കണം. എത്ര പേര് അതിന് ആമയും പറയും? എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. അമ്മ ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആഴമേറിയൊരു വിശ്വാസത്തിന് ഉടമയാകണം. സാഹചര്യങ്ങൾക്കെതിരെ വിശ്വസിക്കുക, പ്രതിസന്ധികൾക്കെതിരെ വിശ്വസിക്കുക, പോരാട്ടങ്ങൾക്കെതിരെ വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവൻ സംസാരിക്കണം. വിശ്വസിക്കുന്നവൻ മോറിയാമല മോൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുമ്പം ഈ മോൻ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? നീയാടാ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ല. പിടിച്ചോ, അബ്രഹാമിൻ്റെ വാക്ക് നീ കേട്ടോണം. സ്തോത്രം. 22-ാം അധ്യായം 8-ാം വാക്യം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. മോനോട് പറയാ, ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. വിശ്വാസം ഉണ്ടല്ലോ, ഒരു സ്തോത്രം പറയാവും. ദൈവം എനിക്ക് വേണ്ടി ആ കാര്യം ചെയ്യാൻ പോവാ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ കാര്യം ദൈവം നോക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യമാകത്തക്കവണ്ണം നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത്, ദൈവം സൂക്ഷിച്ചു വെച്ചത്, ദൈവം ആ കാര്യം നോക്കിക്കോളും. വേറെ ആര് നോക്കുന്നതിനേക്കാളും. ഓ ഹല്ലേലൂയ. ഇന്നൊരു വിശ്വാസം പറയാമോ? എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഒന്ന് കൈ ഉയർത്തി പിടിച്ചോ. എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഒരു വിശ്വാസം പറയാം, എൻ്റെ കാര്യം. നിന്നെ ഓർത്ത് നാട്ടുകാർക്ക് ഇച്ചിരി ആശങ്കയുണ്ട്, അവിടെ വീട്ടിൽ എന്തോ ആവും. ഒന്നും ആകത്തില്ല, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ജീസസ്. വിശ്വാസം പറഞ്ഞ് മല കയറിയവൻ മറുപടി കയ്യെ പിടിച്ചോണ്ട് ഇറങ്ങി വരികയാ. ഞാൻ ഇന്ന് ഈ ആരാധന നടക്കുമ്പോൾ പറയാം, ഇന്ന് ഇങ്ങോട്ട് വന്ന് സ്റ്റെപ്പ് കയറി വന്നത് വിശ്വാസം പറഞ്ഞാണെങ്കിൽ മറുപടി ഞാൻ കൈക്ക് പിടിച്ചോണ്ട് തിരിച്ചു പോകാൻ. ഓ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിന്റെ അകത്ത് ആ പ്രവൃത്തി നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിൽ ആ പ്രവൃത്തി നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന നിന്റെ തലമുറയിൽ. ഓ ഇന്നൊരു വിശ്വാസം പറയാമോ? പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹമി. തിമോത്തിയോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനത് കൊണ്ടുവരട്ടെ, എന്നിട്ടൊരു ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവാണ്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം എടുത്തു നോക്കി. 5-ാമത്തെ വാക്യം എടുത്തു നോക്കി. 5-ാമത്തെ വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് തിമോത്തിയോസേ, നിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. അത് നിന്റെ വലിയമ്മയിലുണ്ടായിരുന്നു, നിന്റെ അമ്മയിലുണ്ടായിരുന്നു, നിന്നിലും ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ച്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിൽ തുടങ്ങി, അമ്മ യുനീക്കയിലേക്ക് അത് വന്നു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ നിന്നിലും ഉണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നിൽ തുടങ്ങണം വിശ്വാസം.
അത് നിന്റെ തലമുറ കൈമാറണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? തകർക്കുമെന്ന് നിന്നോട് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തിയുടെ വെല്ലുവിളിയുടെ മുമ്പിൽ നീ എടുത്ത വിശ്വാസം, നീ പിടിച്ച വിശ്വാസം, നീ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വിശ്വാസം, അത് നിന്നിൽ നിൽക്കരുത്, നിന്റെ മക്കളിലേക്ക്. ഓ ഹല്ലേലൂയ. കണ്ടോ, ചിലരുടെ കുടുംബ പശ്ചാത്തലം മാറുന്നു, ചിലരുടെ പാരമ്പര്യം മാറുന്നു. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും പാരമ്പര്യത്തിൽ ഇല്ലാത്തത് നിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്നു. ഓ കണ്ടോ, വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ കാണുകയാ. ലൈവിൽ കാണുന്നവർ, ഈ ദൂത് കേൾക്കുന്നവർ വിളിച്ചു പറ, നിന്റെ അപ്പന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്തത്, അമ്മയുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്തത് വിശ്വസിക്കുന്ന നിന്നില്. ഓ ഹല്ലേലൂയ. അമ്മ ഇവിടെ ഇരിക്കുന്ന ചിലരെയൊക്കെ കർത്താവ് നോക്കി പറയുക, ഹല്ലേലൂയ, എന്തോ പുതിയതൊന്ന് ആരംഭിക്കാൻ പോവാ, എന്തോ പുതിയതൊന്ന്. ചില മേഖലകളൊക്കെ ദൈവം ബ്ലോക്ക് ചെയ്യാൻ പോവാ, എന്നിട്ട് പുതിയതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? നിന്റെ ലൈഫ് ഫെയിൽ ആകത്തില്ല, 100% സക്സസ് ആകും. നിന്റെ അകത്ത് ഫെയ്ത്ത് ഹോളി സ്പിരിറ്റ് തരാൻ പോവാ. കണ്ടോ, യേശുവിന്റെ നാമത്തില് നിന്റെ വീടിന്റെ ശൂന്യത മാറുന്നു, നിന്റെ സന്തതിയുടെ ശൂന്യത മാറുന്നു, നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറുന്നു, നിന്റെ തലമുറയുടെ ശൂന്യത മാറുന്നു. വചനം നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവൻ സംസാരിക്കും. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവം വലിയ ബോധ്യം തരിക. എനിക്ക് ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഒട്ടും കുലുങ്ങണ്ട. നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഒന്നുമില്ലാത്തൊരു കാര്യം യേശുവിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരാൻ പോവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും നിന്നിലും ഉള്ള വിശ്വാസം, നല്ല പേരൊക്കെ ഉണ്ടപ്പം പഠിച്ചു വെച്ചോണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും നിന്നിലും ആ വിശ്വാസമുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുക. എന്നിട്ട് അടുത്തുള്ള വായിച്ചു നോക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം, വിശ്വസിക്കുന്നവരുടെ മേല കൃപാവരങ്ങൾ വരുന്നത്. നിനക്ക് എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്തൊരു കാര്യം നിന്റെ കുടുംബത്തിൽ തുടങ്ങാൻ പോവാ. ഓ ഹല്ലേലൂയ. എന്തിനാ? തകർക്കാൻ വേണ്ടിയല്ല. ഞാനൊരു സ്തോത്രം, ഒത്തിരി ഫാമിലിയുള്ളൊരു വീട്ടിൽ ജനിച്ചു വളർന്നേ. സ്തോത്രം. 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ താമസിക്കുക. ഒരു കള്ളൻ പോലും ഒരു വീട്ടിൽ കയറിയാൽ ഓടിപ്പോയാൽ അപ്പുറത്തെ വീട്ടിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും അവനെ പിടിക്കാൻ പറ്റും. അത് ഒരു വീട്ടുകാരും ഇടയ്ക്കില്ല. അതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? സ്തോത്രം. ആർക്കുമില്ലാത്തൊരു വിശ്വാസം എന്നിൽ തുടങ്ങി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശുവിലായ എൻ്റെ കുഞ്ഞുങ്ങളും വിശ്വസിക്കുന്നത്, അവരുടെ പിള്ളേരും വിശ്വസിക്കുന്ന ആ യേശുവിലാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം, വിശ്വസിക്കുന്ന നിന്നിലൂടെ പുതിയൊരു പാരമ്പര്യം രൂപപ്പെടാൻ പോവാ. ഹല്ലേലൂയ. ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, സാഹചര്യങ്ങൾക്കെതിരെ ഒരു വാക്ക് വിശ്വസിക്കാൻ നീ തയ്യാറാണോ? ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എന്തോ കിട്ടി? യോഗത്തിന് പോയിട്ട് ഒരു വലിയ വിശ്വാസം കിട്ടി. ശത്രുവിനെ മുട്ടുകുത്തിക്കുന്ന വിശ്വാസം, പിശാചിനെ അടിയറ വെപ്പിക്കുന്ന വിശ്വാസം, മന്ത്രവാദങ്ങളെ ദൂരെ അകറ്റുന്ന വിശ്വാസം, ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റാത്ത വിശ്വാസം, യേശുവിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസം, പ്രാർത്ഥിക്കുന്ന യെസ്. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് വരാം. കർത്താവ് പഠിപ്പിച്ച കൂട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. ആ തലം എന്താണെന്ന് അറിയാമോ? കടുകുമണിയുടെ അത്രയും വിശ്വാസം. എന്തുവാ ഈ കർത്താവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പം നമ്മൾ സിമ്പിളെന്ന് തോന്നിയ കാര്യമാണ് കർത്താവ് എടുത്തേ. കടുകില്ലാത്ത വീടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയും വീട്ടിൽ കടുകില്ലാത്ത വീടുണ്ടോ? മലയാളിയോടാണ് ഞാൻ പറയുന്നത്. സായിപ്പിൻ്റെ വീട്ടിൽ കടുക് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ട്. ഈ കർത്താവ് ഉപമയ്ക്കല്ല എടുത്തതേ, നമ്മുടെ വീട്ടു സാധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുക പുളിച്ച മാവിനോട് സദൃശ്യം. പുളിച്ച മാവിനോട് മാവൊക്കെ അരച്ചിട്ട് ഒന്ന് പുളിക്കാനായിട്ട് വെക്കും, മിക്സ് ചെയ്ത്. പിറ്റേന്ന് ഇല്ലേ? തെറ്റിയോ? ശരിയല്ലേ?
ആ പക്ഷെ അത് മലയാളിയുടെ, ഞാൻ പറഞ്ഞ മലയാളിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മിണ്ടുന്നില്ല. സായിപ്പൊന്നും മാവ് കലക്കി വെച്ച് പുളിപ്പിക്കുവോ? ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ പിന്നെ പറയുക വയലിൽ ഒളിച്ചു വെച്ച നിധി, ഇതൊക്കെ നമ്മുടെ കാര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടെ, മീൻ പിടിക്കുന്ന വല ദൈവരാജ്യത്തിന് ഉപയോഗിക്കുക. സ്തോത്രം. എല്ലാം കർത്താവ് പറയും. അപ്പം നമുക്ക് വേണ്ടി തന്നെയായത്. ഇപ്പൊ കർത്താവ് പറയാം, നിങ്ങൾക്ക് എത്രയും വിശ്വാസമാ? കടുക് മണിയോളം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില എംറ്റിയായ ഹൃദയങ്ങളിൽ ഇന്ന് കടുകിൻ്റെ അത്രയുമുള്ള വിശ്വാസം ചിലപ്പോൾ രൂപപ്പെടും. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ ചില മിറക്കിൾസ് ദൈവം ചെയ്യും. ഓ, എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? സ്തോത്രം. നമുക്ക് ബൈബിളിലോട്ട് വരാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. എത്ര വിശ്വാസ? എത്ര വിശ്വാസ? കടുകുമണിയോളം എന്ന് പറഞ്ഞ എന്താ വിശ്വാസ? നിങ്ങൾ എന്നെ നോക്കി, നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കിച്ചണിനകത്ത് വലിയ അലമാരിക്കകത്തെ കൊച്ചു പാത്രത്തിൽ കിടക്കുന്ന കൊച്ചൊരു കടുകെടുത്ത് നമ്മുടെ കയ്യിലോട്ട് വെച്ചേച്ച് കടുകിനെ നമ്മളെയും കൂടെ ഒന്ന് നോക്കണം. നമ്മൾ എത്രയോ ഉണ്ട് കടുക്, അത്രയും ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് അത്രയും ചെറിയതൊന്ന് വന്നാൽ എന്തോ നടക്കുമെന്നാ. ഇന്ന് ചില ഹൃദയങ്ങൾ എംറ്റി ആണെന്നാ പറയാൻ പോകുന്നത്. ഇന്ന് നിന്റെ അകത്ത് വിശ്വാസം കുത്തിവെക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിശ്വാസം ഉണരുന്ന എങ്ങനെയാണെന്നറിയോ? വിശ്വാസം കേൾവിയാലാ. കേൾവി എന്തിനാലാ? ക്രിസ്തുവിന്റെ വചനത്താലാ. അപ്പൊ വചനം കേട്ടാലേ എന്തുണ്ടാകത്തുള്ളൂ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് നിന്റെ വിശ്വാസം ഉണരണം. നിന്റെ എംറ്റിയായ ഹൃദയത്തിനകത്ത് പുതിയ വചനത്തിന്റെ ഉണർവ് വെളിപ്പെടണമെങ്കിൽ ആ വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെടണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വാക്യം വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട്. അപ്പൊ ഇവർക്ക് എത്രയും പോലും ഇല്ല. പറ, നിങ്ങൾ എന്നെ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞ് മിണ്ടാതിരിക്കുന്നേ. അപ്പൊ ഇവർക്ക് എന്തോ ഇല്ല, കടുകുമണിയുടെ അത്രയും പോലും. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പോഷിപ്പിച്ചാൽ ഇവന്മാർക്ക് വിശ്വാസം എത്ര ഇല്ല? കടുകുമണിയുടെ അത്രയും പോലും ഇല്ല. സ്തോത്രം. എത്ര അത്ഭുതം കണ്ടാലും വിശ്വാസം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വിശ്വാസം അകത്തുണ്ടായാൽ, ഗ്ലോറി ടു ഗോഡ്, നിന്റെ ലൈഫിൽ വലിയ കാര്യങ്ങൾ നടക്കും. ഇനി കർത്താവ് പറഞ്ഞ വാക്യത്തിലോട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അതിനർത്ഥം എന്നാണെന്നറിയോ? നമ്മളിവിടെ ചെന്ന് പഞ്ചായത്തിലെ മുഴുവൻ ഇടുക്കിയിലോട്ട് ചെന്നിട്ട് ആ മലയെല്ലാം കൂടെ അങ്ങോട്ട് മാറി മുണ്ടക്കയത്തോട്ട് പോട്ടെന്ന് പറഞ്ഞാൽ പോവോ? സരി. പണ്ടൊരു അമ്മച്ചി രാത്രി പറഞ്ഞു, ഈ വചനം വെച്ച് എൻ്റെ വീടിൻ്റെ പുറകിലെ മല മാറിപ്പോണം. വെളുപ്പിനെ അമ്മച്ചി ടോർച്ച് അടിച്ചപ്പോഴേ പറഞ്ഞു, എനിക്ക് അല്ലേലും അറിയാൻ പോകത്തില്ലെന്ന്. എനിക്ക് അങ്ങോട്ട് സഹകരിക്കാം, അല്ലേലും അറിയാം. നമ്മ എന്തിനാ പറയുന്നേ? എവിടെ അതിൻ്റെ പ്രശ്നമെന്നറിയോ? നീ പറഞ്ഞ മല പോകുമെന്നല്ല, നിശ്ചലമായി കിടക്കുന്ന വിഷയത്തിന് ചലനമുണ്ടാവും. ഡെഡായി കിടക്കുന്ന വിഷയത്തിന് ജീവൻ വരും. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരാം. കടുകുമണിയുടെ അത്ര വിശ്വാസം നിന്റെ അകത്ത് വർക്കൗട്ടായാൽ എനിക്ക് ഹോളി സ്പിരിറ്റ് ഒരു നിയോഗം തരിക. നിശ്ചലമായി കിടക്കുന്ന നിന്റെ പ്രശ്നത്തെ എൻ്റെ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങും. ഇന്ന് ചിലരുടെ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യണം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ വിശ്വാസ തലം ദൈവം വളർത്തട്ടെ. പച്ച ഷർട്ട് ഇട്ട് അച്ഛനത് കൈവെക്കോ. അച്ഛൻ്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. കർത്താവ് എന്നിട്ടൊരു കാര്യം പറയുക. നിന്റെ വീട്ടിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നീ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന പല കറുത്ത ശക്തികളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പടിയിറങ്ങാൻ പോവുക.
നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് നടക്കാൻ പോവാ. ഇന്ന് തൊട്ട് 94 ദിവസം തികയുന്നതിന് മുമ്പ് നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം നിനക്ക് തന്ന് നിന്റെ നിന്ന ഉരുട്ടി മാറ്റി നിന്റെ വീടൊരു വിരുന്ന് വീടിന് തുല്യമാക്കി മാറ്റുവാൻ സ്വർഗം ഡേറ്റ് കുറിക്കുന്നു. ചിലരുടെ അകത്തെ വിശ്വാസം വർക്ക് ചെയ്ത് തുടങ്ങട്ടെ. ചിലരുടെ അകത്തെ വിശ്വാസം വർക്ക് ചെയ്ത് തുടങ്ങട്ടെ. എനിക്കെന്തോ ദൈവാത്മാവ് പറയാം, നിശ്ചലമായ പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ ചലിക്കും. നിശ്ചലമായ പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ ചലിക്കും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുകയാ. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറയുന്ന വിശ്വാസം നിന്റെ അകത്തെ കടുകുമണിയോളം വിശ്വാസത്തിന്റെ മുമ്പിൽ ദൈവം ചലിപ്പിക്കാൻ പോവാ. വിശ്വാസമുണ്ടോ ഇതിനകത്ത്? യേശുവിന്റെ നാമത്തിൽ ചില നിശ്ചലമായത് ചലിക്കുക. വിശ്വാസ കണ്ണാൽ കണ്ടിട്ട് പറ, അത് ചലിക്കാൻ പോവുക. ഇനി അത് ഡെഡായി കിടക്കത്തില്ല. ഇനി അത് യെസ്. ഹല്ലേലൂയ. ഇന്ന് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടോ, നിശ്ചലമായതൊക്കെ ചലിക്കും. നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ കൈവച്ചു നീ ഒന്ന് പ്രവചിക്ക്, ഈ രോഗം ഈ സ്ഥലത്തുനിന്ന് മാറട്ടെ. നിശ്ചലമായത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിശ്ചലമായത് ചലിക്കട്ടെ. ഡെഡായി കിടക്കുന്നത് ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് വിശ്വാസം അലതല്ലുകയാണ്. നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കും. ഒരാമയും വരുന്നില്ല. എഴുതിയിട്ടോ, നിന്റെ വീട്ടിൽ ചിലത് സംഭവിക്കും. നിന്റെ സന്തതിമേൽ ചിലത് സംഭവിക്കും. നിന്റെ കുടുംബത്തിന്മേൽ ചിലത് സംഭവിക്കും. ചില അസാധാരണ സംഭവങ്ങൾ നിന്റെ തലമുറമേൽ സംഭവിക്കും. അത് വിശ്വസിക്കുന്നോ? ആൻറ്റി, ആ മഞ്ഞസാരി ചുറ്റി ആൻറ്റി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എന്നെ ഒന്ന് നോക്കാവോ? നന്നായിട്ട് ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ജീസസ്, ഹല്ലേലൂയ. ഒറ്റയ്ക്കേ വന്നിട്ടുള്ളോ? ഇരുന്നോ. ഇനി ആൻറ്റിയോട് പറയുക, ഇടത്തെ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? കുറച്ചുകൂടി ഉയർത്തിപ്പിടിച്ചോ. ജീസസ്, ഈ കൈ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചിലതിനെ ഉയർത്തിയെടുക്കാൻ പോവുക. ഇപ്പോൾ പരാജയമെന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിവിട്ട വിഷയത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ കാണുകയാ. നീ ആ കൈ ഉയർത്തി പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ നിന്റെ വീടിന്റെ ഗതികേട് യേശുവിന്റെ നാമത്തില് ഇന്ന് ആരാധനയുടെ നടുവിൽ ഒഴിഞ്ഞു പോകുന്ന വെളിപ്പാട്. ആ കൈയടിക്കുന്ന ആൻറ്റിയുടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ജീസസ്, ഇടത്തെ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? ആ കൈക്കൊരു വല്ലാത്ത ബലഹീനതയുണ്ട്, ഇല്ലയോ? എത്ര നാളായിട്ടുണ്ട്? ഇപ്പോ നിന്റെ ആ കൈയുടെ ഷോൾഡറിൽ ദൈവം തൊട്ട് നിന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീ കഴിക്കുന്ന ഒരു പിടി ഗുളികകളെ എടുത്തെറിയാൻ പോവാ. നിന്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗത്തിന്റെ ബാധ ഇന്നത്തെ ആരാധനയെ പൊട്ടുന്ന വെളിപ്പാട്. യേശുവിൻ്റെ നാമത്തില് എനിക്കറിയാം. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അകത്ത് വിശ്വാസതലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം പറയുക, ചലിക്കാത്ത പലതും ഈ ദിവസങ്ങളിൽ ചലിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇരുന്നാട്ട് ചലനമറ്റ പലതും ചലിക്കാൻ പോവുക. അതിന് ചലിക്കണമെങ്കിൽ നിന്റെ അകത്ത് കടുകുമണിയുടെ അത്രയും വിശ്വാസം. എത്രമാണ്? ഒന്ന് പറഞ്ഞ എത്രമാണ്? വളരെ വിദൂരതകളിൽ ചിലത് ചലിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് ചിലത് ചലിക്കാൻ പോവുക. ഡെഡായി കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന, മൂവ് ചെയ്യത്തില്ലെന്ന് പറയുന്ന, ചലിക്കത്തില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്ത് അതിനെ ചലിപ്പിക്കുന്ന ചിലരുടെ അകത്ത് ആ വിശ്വാസം ആളി കത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് ആത്മാവിൽ കാണാം ചിലരുടെ അകത്ത് ആ വിശ്വാസതലം. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഉപവാസം എന്ന വിഷയത്തിലേക്ക് വരണ്ടോണ്ട് ഞാൻ പാഞ്ഞു പോവുക. 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത്
കർത്താവ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം കൂടെ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം. നിങ്ങൾക്ക് കടുകുമണിയോ? കർത്താവ് പിന്നെയും കൊണ്ടുവരിക. എത്രയാവാ? കടുകുമണിയോ? കടുകുമണിയുടെ അത്ര. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കടുകെടുത്ത് കൈവച്ചാച്ച് നിങ്ങളെ നോക്കണം. നിങ്ങൾക്ക് എന്തോ ഒരു വലിപ്പമുണ്ട്, കടുകിന് എത്രയും വലിപ്പമുണ്ട്. അത്രയും വിശ്വാസം നിന്റെ ഹൃദയത്തിൽ വീണാൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക അത് നിങ്ങളെ അനുസരിക്കും എന്നു നീ പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. ഒന്നുകൂടെ ഒന്ന് വായിച്ചു കേൾപ്പിയ സിസ്റ്ററെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വ്യക്തമായി കേട്ടോണം വചനം, നിങ്ങൾക്ക് കടുകുമണിയോളം. എത്രയും വിശ്വാസ? ഒന്നുറക്കെ പറഞ്ഞ്, എത്രയും വിശ്വാസ? കടുകുമണിയുടെ അത്രയും. ലൈവിൽ കാണുന്നവരോട് പറയണം, കടുകുമണിയുടെ അത്രയും വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ. ആര് പറഞ്ഞാൽ? നീ പറഞ്ഞാൽ. ആര്? കടുകുമണിയുടെ അത്രയും വിശ്വാസമുള്ളവൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഒന്ന് ദൈവാത്മാവ് ദൂത് പറയാം, നിശ്ചലമായി ഇത് ചലിക്കുക മാത്രമല്ല, നിനക്ക് മുമ്പിൽ വളരുന്ന ചെലവിനെ ദൈവം പിഴുതു മാറ്റാൻ പോവുക. ഓ ഹല്ലേലൂയ. കടുകുമണികൾ എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ തടസ്സം നിൽക്കുന്ന, നിന്റെ വർധനവിന്, അനുഗ്രഹത്തിന്, ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില കാട്ടത്തികളെ എന്റെ ദൈവം വേരോടെ. ഓ ഹല്ലേലൂയ. കണ്ടോ വിശ്വാസം വർക്ക് ചെയ്യുന്ന? കണ്ടോ യേശുവിന്റെ നാമത്തില് എനിക്ക് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ചിലത് പറയാൻ പോവുക. ചില പാരമ്പര്യങ്ങൾ പറയുന്നു, ആഭിചാരങ്ങൾ പറയുന്നു, മന്ത്രം. കടുകുമണിയുടെ അത്ര. ഓ യേശുവിന്റെ നാമത്തില് എനിക്കെന്തോ ദൈവം വലിയ ബോധ്യം തരിക. ഹല്ലേലൂയ. ആ ടീഷർട്ട് ഇട്ട ബ്രദർ ഒന്ന് കൈവക്കി പിടിക്കാവോ? കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടൊരു കാര്യം സംസാരിക്കുക. ഒത്തിരി നാൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ഒരു വഴി നിനക്ക് മുമ്പിൽ തുറന്നു വരാൻ പോവാ. നമ്മൾ ഈ പുതിയ വഴി വെട്ടിയിട്ട് റോഡ് ഉറപ്പിക്കുന്ന റോളർ ഇങ്ങനെ കയറ്റി വിടും. അത് മുമ്പിൽ ചെന്ന് പോകേണ്ട വഴിയല്ല കുണ്ടും കുഴിയും അടച്ച് നേരെയുള്ളതാക്കുന്നത് പോലെ നീ പോകേണ്ട വഴി, നീ എത്തേണ്ട വഴി ഇപ്പോൾ ഒരു കിടങ്ങു വെട്ടി നിന്റെ യാത്ര അതിനകത്ത് കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ആർക്കും കുഴിവെട്ടാൻ പറ്റാത്ത ഒരു നിലപ്പുറപ്പുള്ള പ്രതലം, അതിനകത്തൂടെ നിന്റെ വണ്ടി മൂവ് ചെയ്യാൻ സമയം അടുത്തെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുക. അല്പം കൂടെ കൈതാത്തിട്ടാൽ അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ദൂത് പറയുക. എനിക്കറിയാം, ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ മേലൊരു 10 ലൈറ്റ് കത്തുന്ന പോലെ വെട്ടം വരും. അന്നേരം മാത്രമേ നമുക്ക് അയാളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ഇത് നിന്റെ സീസണാ, ഇത് നിന്റെ സീസണാ, നിനക്ക് വിശ്വസിക്കാനുള്ള സീസണാ. നീ സ്വീകരിച്ചുകൊണ്ട് പറയണം, നാം ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിന്റെ വാക്കനുസരിക്കും. ആമേൻ. അരുതാത്തത് വല്ലതും നിനക്ക് ദൈവം തന്ന ഭൂമിയിൽ നിൽപ്പുണ്ടെങ്കിൽ, ദൈവം നിനക്ക് തന്ന വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ, നിനക്ക് ദൈവം തന്ന സന്തതികളിൽ നിൽപ്പുണ്ടെങ്കിൽ, ഇന്നും നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ അത് വേരോടെ പിഴണം. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, ചിലതൊക്കെ പിഴുതുമാറുന്ന കാഴ്ച. ഓ ഹല്ലേലൂയ. അതെങ്ങനെ? നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ അത് വേരോടെ പറഞ്ഞ് ബൈബിൾ അതിന് കൊടുത്തേക്കുന്ന സ്ഥലം കടലാണ്. എന്താണ്? കടലാണ്. എന്നിട്ട് പറഞ്ഞ് കടലിൽ പോയി നടുക. അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. അവർ വിചാരിച്ച കർത്താവ് തലയിലോട്ട് കൈവച്ചു വിശ്വാസം വരട്ടെന്ന് പറയുമെന്നാ. പക്ഷെ കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു,
കടുകുമണിയുടെ അത്രയും വിശ്വാസം നിങ്ങളുടെ അകത്തുള്ള പരിപാടി നടക്കും. നിന്റെ വർധനവിനെ തടഞ്ഞു നിർത്തിയിരിക്കുക ഒരു കാട്ടുവൃക്ഷം. ഹല്ലേലൂയ. ഒരു കാട്ടത്തി നിന്റെ നന്മയ്ക്ക് തടസ്സമാ കാട്ടത്തി. നോക്കിക്കേ സ്വത്രം, ചില മരങ്ങൾ കണ്ടിട്ടില്ലയോ? ഇത്രയും വീതി കാണും ചില മരത്തിന്. നമ്മൾ തലയിട്ട് നോക്കിയാൽ പോലും അപ്പുറത്തെ നന്മ കാണുകയില്ല, മറഞ്ഞു നിൽക്കുക. ദൈവം പറയാ, ഇതിനെ പിഴാൻ ഞാനല്ല ചെയ്യണ്ടേ, നീ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ജീസസ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ചിലതിനെ പറിച്ചു വേറെ സ്ഥലത്ത് കൊണ്ട് നടാൻ പോവുക. ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ഞാനൊരു കൊച്ചു കാര്യം പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലാ. അവർക്ക് ജോലിയുണ്ടോ? ഉണ്ട്. എന്തുവാ? ഇഷ്ടിക ചുടുക. ശമ്പളം ഉണ്ടോ? പറ. ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചുറ്റുള്ളി, ചീരുള്ളി, ചുമന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിക്കലത്തിന് അടുക്കലിരുത്തി ശാപ്പാട്. ഇത്രയും ആർക്കുള്ളൂ അവർക്ക് ശമ്പളം. 360 ദിവസം ഡ്യൂട്ടി. 5 പൈസ കയ്യിലില്ല. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇന്ന് രാത്രി ഒരു കാര്യം നടക്കാൻ പോവാ. എന്നാ കാര്യം? ഒരു വീടിന് ഒരാട്ടുംകുട്ടി വീതം അറുക്കപ്പെടണം. ആടിൻ്റെ രക്തം കട്ടളക്കാലയിലും കുറുമ്പടിയിലും പുരട്ടണം. എന്തിനാ കർത്താവേ? ഇന്ന് രാത്രി സംഹാരകൻ ഇറങ്ങും, സകല വീട്ടിലും കയറി നിന്റെ നന്മയെ തടഞ്ഞ കാട്ടത്തിയുടെ ആദ്യ വേരിനെ ഞാൻ വെട്ടും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാ, ഇനിയും നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല, ഇനിയും നിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുകയില്ല. ചിലതിനെ ദൈവം മുറിച്ചാല് ഓ യേശുവിന്റെ നാമത്തില് വിശ്വാസം വരുന്നെങ്കിൽ ഒരു സ്തോത്രമൊക്കെ പറയണം. ഇച്ചിരുടെ ഗഹനമായിട്ട് ഞാൻ ഈ ദൂതിനെ കൊണ്ടുപോവുക. ഇന്ന് എനിക്കറിയാം ദൈവം ഭയങ്കര കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ചെയ്യാൻ പോവുക. അപ്പം പറഞ്ഞു, ഓരോ വീട്ടിലും കയറണം, ആ വീട്ടിലെ ആദ്യജാതന്മാരെ വെട്ടണം. ഹല്ലേലൂയ. അന്നേരം നിങ്ങളുടെ വീട്ടിൽ സംഹാരകൻ കയറാതിരിക്കണമെങ്കിൽ ഈ രക്തത്തിൻ്റെ അടയാളം വേണം. എന്നിട്ട് കർത്താവ് എന്തോ ചെയ്യാൻ പോവാ? ഇവന്മാരെ ഇവിടുന്ന് പറിച്ചിട്ട് ഒരു കടലിൽ കൊണ്ട് നടാൻ പോവാ. ഈ കടലിൽ നട്ട് കഴിയുമ്പോൾ മറുകര നിനക്ക് വർധനവാ. ഒരാമയും വരുന്നില്ല. ഇന്നൊരു ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോവുക. ഇന്നൊരു അഭിഷേകം ഇവിടെ വെളിപ്പെടാൻ പോവുക. നിന്റെ നന്മയ്ക്കെതിരെ പടർന്ന് പന്തലിച്ച് നിന്റെ ഓജസ്സിനെ തേജസ്സിനെ ഊറ്റിക്കുടിക്കുന്ന ചില കാട്ടത്തികളെ മുറിച്ചെടുക്കുവാൻ ദൈവദൂതന്മാർ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. യെസ്, യെസ്. നിങ്ങൾ ഇരുത്തിയിരുന്ന ഒരു വിടുതൽ ഏറ്റെടുക്കണം. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. പ്രസംഗം മാത്രമല്ല, ഈ ദൂത് പറയുമ്പോ പ്രവൃത്തി നടക്കുക. ഓ വചനം ചിലരുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കുക, ചിലരുടെ അകത്ത് അഭിഷേകമായി. ഗ്ലോറി, ഗ്ലോറി. റബഹസന വഹംദ. ഇന്ന് എത്ര സമയം പോയാലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് ചില ശരീരങ്ങളിൽ നിന്ന് ചിലതിനെ ദൈവം പറിക്കും, ചില വീടുകളിൽ നിന്ന് ചിലതിനെ പറിക്കും. ദൈവത്തിന് നിന്റെ വീട്ടിൽ വാഗ്ദത്തം നിറവേറ്റിയേ പറ്റൂ. വചനം മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. ഇന്നൊരു സ്ഥാനചലനം നടക്കും. നിന്റെ ഭൂമി നിന്നതിനെ പിഴുത് മറ്റൊരിടത്ത് കൊണ്ടിടും. ഓ ഹല്ലേലൂയ. ആത്മീക ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ വർധനം ഇനിയും തടയപ്പെടരുത്, നിന്റെ അനുഗ്രഹം ഇനിയും തടയപ്പെടരുത്, നിന്റെ അധ്വാന ഫലം ഇനിയും. ദൂത് സ്വീകരിച്ചോ. നിന്റെ അധ്വാന ഫലം ഇനിയും ശത്രു കൊണ്ടുപോകരുത്. നിന്റെ അധ്വാന ഫലം, നിന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.
നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ഞാൻ ഈ വചനത്തിൽ ഒഴുക്ക് നിർത്താതെ പ്രസംഗം നിർത്തത്തില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇത് നടക്കാൻ നിന്റെ അകത്ത് എത്രയും വിശ്വാസ പറ. അതിനർത്ഥം നിന്റെ പല പരാജയത്തിനും കാരണം നിന്റെ ഹൃദയം എംപ്റ്റി ആയി കിടക്കുന്നുണ്ടാ. ഇന്നും നിന്റെ അകത്ത് വിശ്വാസത്തിന് വിത്തെറിയുക, അകത്ത് പൊട്ടി മുളക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ, മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇന്ന് നിന്നെ എംപ്റ്റി ആയി കിടക്കുന്ന ഹാർട്ടിലോട്ട് വചനത്തിന്റെ വിത്ത് അയക്കുക. പറയണം, പറയണം, പറയണം. ഇത് പറയുമ്പോൾ ചില വീട്ടിൽ നിലവിളി ഉയരും. ഇത് പറയുമ്പോൾ നിന്റെ എതിരാളിയുടെ വീട്ടിൽ നിലവിളി ഉയരും. ഇത് പറയുമ്പോൾ യെസ്, നിന്റെ ഇസ്രായേൽ മക്കളോട് പറയാ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തുക. ഇന്ന് രാത്രി മിസ്രയീമിന്റെ സകല വീട്ടിലും ഞാൻ കയറും. സകലത്തിന്റെയും ആദ്യത്തെ വേര്, തായ് വേര് ഞാൻ മുറിക്കും. നിനക്ക് ക്ഷതമേക്കാതിരിക്കാൻ നീ രക്തത്തിനകത്ത് ഒളിച്ചിരുന്നോണം. മിണ്ടുന്നില്ല. കൂടെ യേശുവിന്റെ രക്തം. ഓ, അധനങ്ങളെന്ന് പറഞ്ഞ യേശുവിന്റെ രക്തം. നീ രക്തത്തിൽ ഒളിഞ്ഞിരുന്നോണം, രക്തത്തിൽ മറിഞ്ഞിരുന്നോണം, രക്തത്തിൽ ഒളിച്ചിരുന്നോണം. ഓ ഹല്ലേലൂയ. ചിലരുടെ ഉള്ളിൽ ഒരു തീ ആളി കത്തുന്നുണ്ട്. അന്ന് രാത്രി നടന്ന കാര്യം പറയാം. എന്നെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ നിർത്തും. ഒന്നാമത്തെ കാര്യം, അന്ന് രാത്രി ദൈവം സംഹാരകനെ ഇറക്കി. ഓരോ മിസ്രയീമിന്റെ വീട്ടിൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ആദ്യജാതം കൊല്ലപ്പെട്ടു. ജീസസ്. സകല ആ കാട്ടത്തിയുടെ മുഴുവൻ തായ്വേരും വീടാന്തരം കയറി അറുത്തു. എനിക്ക് ദൈവം തരുന്ന ബോധ്യം, നിന്റെ വിടുതലിന് ചിലടത്തൊക്കെ ദൂതന്മാര് കയറിയേ പറ്റൂ. നിനക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ചിലടത്തൊക്കെ ദൂതന്മാര് കയറിയേ പറ്റൂ. ആ ലിസ്റ്റ് നീ ഉണ്ടാക്കണ്ട, ആ ലിസ്റ്റ് ദൈവം ഉണ്ടാക്കിക്കോളും. ചോദ്യം, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കയ്യടി കുറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. മോശ ദൈവത്തോട് പറഞ്ഞോ ഇന്ന വീട്ടിൽ കയറണമെന്ന്? അല്ല, ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ദൈവം. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വെളിപ്പാട് കണ്ട ചില വീടിനെ ദൈവം നോക്കിയിട്ട് ലിസ്റ്റ് ഇടാൻ പോവാ. നിന്റെ നന്മയെ തടഞ്ഞു വെച്ച, നിന്റെ വർദ്ധനവിനെ തടഞ്ഞു വെച്ച, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച ചില വൃക്ഷങ്ങളുടെ തായ്വേരിനെ ഈ ചിലരെ കുറിച്ചുള്ള പേടിയും നടുക്കവും ഒക്കെ ഇന്ന് നിന്നെ വിട്ടുപോകും. ചിലരെ കുറിച്ചുള്ള പേടിയും നടുക്കവും ഒക്കെ ഇന്ന് നിന്നെ വിട്ടുപോകും. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൂത് പറയാനുണ്ട്. ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കാൻ പോവാ. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് ആ ദൂത് പറയാം. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുക, എല്ലാ പ്രസംഗവും അങ്ങനെയാന്ന് പറയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുക, ഇത് പ്രസംഗിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ നടക്കും. ഉടനെ നടക്കും, ഉടനെ നടക്കും. നിന്നെ സ്വതന്ത്രയാക്കാൻ, നിന്നെ സ്വതന്ത്രനാക്കാൻ ഉടനെ അത് നടക്കും. നടക്കാൻ പോകുന്നത് എന്താന്ന് പറയാം.
അങ്ങനെ മിസ്രൈം എന്ന കാട്ടത്തി വെട്ടി ദൈവം. പക്ഷെ വചനം കേട്ടോണം, ഇവനെ എവിടാ നടണ്ടിയേ? അപ്പുറത്തെ ചാക്കോടെ പ്രോപ്പർട്ടിയിലുള്ള കടലിൽ. ഇസ്രായേൽ ജനം പുറപ്പെട്ടു, ഫറവോൻ പുറകെ പുറപ്പെട്ടു. കുറെ നാള് കൊണ്ട് നിന്റെ പുറകെ വരുവല്ലേ, ആ പുറകെ വരവിന് ഇനി ആയുസില്ല. ഇല്ല, നിന്നെ മാത്രം നോട്ടമിട്ട്, നിന്റെ കൊച്ചിനെ മാത്രം നോട്ടമിട്ട്, നിന്റെ ബിസിനസ്സിനെ മാത്രം നോട്ടമിട്ട് നിന്നെ ഫോളോ ചെയ്യുന്ന ചിലർക്ക് ഇനി ആയുസില്ലെന്ന്. പറയട്ടെ 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 പറയട്ടെ. എന്നിട്ട് ചെങ്കടന് മുമ്പിലെത്തി. അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഇത് മനസ്സിലാകുന്നില്ല. അവര് പറയാ, ഫറവോൻ വരുന്നു, മിസ്രൈമി സെമിട്രി ഇല്ലാഞ്ഞാന്നോ ഞങ്ങളെ ഇവിടെ? കർത്താവ് പറഞ്ഞടാ, ഫറവോന് നടക്കാൻ പറ്റാത്തതും നിനക്ക് മാത്രം നടക്കാവുന്നതുമായ ഒരു വഴി നിനക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാം. പദം ശ്രദ്ധിച്ചു കേൾക്കണം. ഫറവോന് നടക്കാൻ പറ്റാത്തതും നിനക്ക് മാത്രം നടക്കാൻ പറ്റുന്നതുമായ ഒരു വഴി ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്നവൻ പോകുന്ന വഴിയെ കൂടെ വിശ്വസിക്കാത്തവൻ പോകത്തില്ല. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, വിശ്വസിക്കുന്നവൻ പോകുന്ന വഴി ശ്രേഷ്ഠമായ വഴിയാണ്.